UGCയുടെ കരട് നിർദ്ദേശങ്ങൾക്കെതിരായ രണ്ടാമത്തെ ദേശീയ കൺവെൻഷനാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നത്. ഐക്യദാർഢ്യവുമായി തെലങ്കാന ഉപമുഖ്യമന്ത്രിയും തമിഴ്നാട് കർണാടക മന്ത്രിമാരും കൺവെൻഷനിലെത്തി. UGC നിർദ്ദേശങ്ങൾക്കെതിരായ കൺവെൻഷനെ മുഖ്യമന്ത്രി കേന്ദ്ര ഇടപെടലുകൾക്കെതിരായ വിമർശന വേദിയാക്കി. ഫെഡറൽ അധികാരങ്ങളിലേക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ കടന്നുകയറ്റമാണിത്. രാഷ്ട്രീയ ലക്ഷ്യത്തിനായി കേന്ദ്രം ഗവർണറെ കേരളത്തിൽ ഉപയോഗിക്കുന്നതിനെയും മുഖ്യമന്ത്രി കടന്നാക്രമിച്ചു. The governors that they were playing with fire. Yet, governors continue to play their political games at the behest of their masters. In all opposition-ruled states, there have been instances to chancellors acting at the behest of their political masters in matters related to universities. UGCയുടെ കരട് നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പിൻവലിക്കണമെന്ന് കൺവെൻഷനിൽ പ്രമേയം പാസാക്കി. UGC കരടിനെ എതിർക്കുന്ന പ്രതിപക്ഷവും കൺവെൻഷൻ സംഘടിപ്പിച്ച സർക്കാരിനെ പ്രശംസിച്ചു. Fascism acts strangely in unprecedented manners. We have to act strongly, legally, constitutionally. UGCക്കെതിരെ കൺവെൻഷൻ നടത്തുകയും അതിൽ സർവകലാശാലകൾ സഹകരിക്കുകയും ചെയ്യുന്നത് ചട്ടവിരുദ്ധമാണെന്ന് ഗവർണർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിച്ചിരുന്നു. അതിനാൽ UGCക്കെതിരെ എന്ന പരാമർശം സർക്കാർ തിരുത്തിയിരുന്നു. എങ്കിലും ഗവർണറുടെ മനസ്സറിഞ്ഞ് 11-ൽ 10 VC-മാരും കൺവെൻഷനിൽ പങ്കെടുത്തില്ല. മലയാളം സർവകലാശാല VC മാത്രം പങ്കെടുത്തു. ബഹിഷ്കരണത്തിൽ സംസ്ഥാന സർക്കാരിന് അമർഷമുണ്ട്. അതിൽ അഭിപ്രായങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത് UGC തന്നെയാണ്. അപ്പം അത് ചർച്ച ചെയ്യാനുള്ള ഒരു ഫോറമാണിത്. അത് പ്രയോജനപ്പെടുത്തണം എന്നുള്ള ഔചിത്യബോധം ഉണ്ടെങ്കിൽ അവർ പങ്കെടുക്കുമായിരുന്നു. അതായത് UGC കരടിനെ എതിർക്കുന്നത് ചട്ടവിരുദ്ധമാണെന്ന ഗവർണറുടെ നിലപാടിനെ സർക്കാർ തള്ളുകയാണ്. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഏറ്റുമുട്ടലല്ല രാജേന്ദ്ര അർലേക്കറുടെ ശൈലി. അതിനാൽ വിയോജിപ്പുകളിൽ നയതന്ത്രപരമായിട്ടാണ് ഇതുവരെ സർക്കാരുമായുള്ള ഇടപെടൽ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.